പിന്നീട് എന്തു സംഭവിച്ചു? യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ 2-ാം നാൾ. ശിഷ്യന്മാരെല്ലാം ഒളിവിൽ കഴിയുന്നു. ഇതാ ഹെരോദേസിന്റെ രാജകൊട്ടാരം. ഹെരോദേസ് സിംഹാസനത്തിൽ, ഇടതുവശത്ത് ഒരു കുറ്റവാളിയും കൊണ്ട് പടയാളി, വലതുവശത്ത് ഒരു പുരോഹിതൻ. പ്രഭു, പുറജാതിക്കാരനായ ഒരു സമയക്കാരനാണ് കുറ്റവാളി. അയാൾ ചെയ്ത കുറ്റം കവർച്ചയും കൊലപാതകവും ദേവാലയം അശുദ്ധമാക്കുന്നു. ആരെയാണ് കൊന്നത്? ഇസ്രായേൽക്കാരനായ ഒരു വ്യാപാരി. എന്ന് എവിടെ വെച്ചാണ് അത് സംഭവിച്ചത്? ഇന്നേക്ക് 8 നാൾ മുമ്പ് ജെറുസലേം പള്ളി തകർത്തു. ആരാണ് സാക്ഷി? പ്രഭു, സംഭവം ഞാൻ കണ്ടില്ല. എന്നാൽ കൊല്ലപ്പെട്ട വ്യാപാരി അന്നേ ദിവസം ദേവാലയത്തേക്കുള്ള വഴിയരികിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. സാബത്ത് ദിവസമായതിനാലും ദേവാലയത്തിൽ കർമ്മങ്ങൾ മുടങ്ങാതിരിക്കാനും ഞാൻ അത് അവഗണിച്ച് കടന്നുപോയി. അപ്പോൾ ആ വീണ് കിടന്നവന് ജീവനുണ്ടായിരുന്നു? തീർച്ചയായും അയാളുടെ നിലവിളി ഞാൻ കേട്ടതാണ് പ്രഭു. വേറെ സാക്ഷികളാരെങ്കിലും? ഉണ്ട് പ്രഭു, ഛത്ര സൂക്ഷിപ്പുകാരൻ. പ്രഭു, അന്ന് ഞാൻ ഇയാളെ മുറിവേറ്റ മനുഷ്യന്റെ കൂടെ കണ്ടതാണ്. ഇനിയാരെങ്കിലും? അന്ന് സിനഗോഗിൽ കൂടിയിരുന്ന പ്രധാന പുരോഹിതൻ ഉൾപ്പെടെയുള്ളവർ ഇയാളെ ആ വ്യാപാരിക്കൊപ്പം കണ്ടതാണ്. ദേവാലയത്തിനകത്ത് കുറ്റകൃത്യം നടന്നതിനും ദൃക്സാക്ഷികളുണ്ട്. ഇനി എനിക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല പ്രഭു, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ വഴിയരികിൽ കിടന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ. നിന്റെ ഭാഗത്ത് സാക്ഷി ആരെങ്കിലും? ഒരാൾ ഉണ്ടായിരുന്ന പ്രഭു, ആ തച്ചന്റെ മകൻ യേശു. യേശോ ഇന്നലെ കുരിശിലേറ്റപ്പെട്ടല്ലോ. അതേ പ്രഭു, അദ്ദേഹമാണ് ആ വീട് കിടന്ന വ്യാപാരിയെ തോളിലേറ്റാൻ എന്നെ സഹായിച്ചത്. പിന്നെ എന്തുണ്ടായി? ഒരു പ്രഭുവിന്റെ ദൂതൻ വന്ന് ആരെയോ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ടോ? ഞാൻ മരിക്കാറായ ആ വ്യാപാരിയെ പള്ളിവക സത്രത്തിലേക്ക് കൊണ്ടുപോയി. സാബത്ത് ദിവസമാണെന്ന് പറഞ്ഞ് ആദ്യം സത്ര സൂക്ഷിപ്പുകാരി അകത്ത് കയറ്റിയില്ല. വ്യാപാരിയുടെ സഞ്ചിയിലും എന്റെ കീശയിലും ഉണ്ടായിരുന്ന താളങ്ങൾ മുഴുവൻ കൊടുത്തപ്പോൾ അവർ അയാളുടെ മുറിവുകൾ വെച്ച് കിട്ടി. ഞാൻ ഒരു പുരുരാധികാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുകയും ചെയ്തു. കുറ്റകൃത്യം എങ്ങനെ നടന്നു എന്ന് പറയൂ. പരിക്ക് പറ്റിയ വ്യാപാരി വേദനയും അതിലേറെ വിശപ്പ് കൊണ്ടും പുളയുകയായിരുന്നു. ഞാൻ അയാളെ കൊണ്ട് സിനഗോഗിലേക്ക് നടന്നു. ഭക്ഷണം ചോദിച്ചപ്പോൾ പ്രധാന പുരോഹിതനായ കയഫാസ്, സാബത്ത് ദിവസം ഭക്ഷിക്കുന്നവൻ വധിക്കപ്പെടണം എന്ന നിയമം നിനക്കറിയില്ലേ എന്നും സാബത്ത് ലംഘിച്ചവനെ ഇന്നലെ കുരിശിലേക്കിയത് അറിഞ്ഞില്ലേ എന്നും ചോദിച്ചു. അതോടെ ആ വ്യാപാരിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. കുതിരയോടി അയാൾ ജെറുസലേം പള്ളിയിലേക്കാണ് പോയത്. ഞാൻ ഒപ്പം എത്തിയപ്പോഴേക്കും അയാൾ പള്ളിയിൽ കയറി ബലിപിടിച്ച് തല കൊണ്ടിടിച്ച് വിവശനായി തളർന്നു വീണു. ഞാൻ താങ്ങി എത്തിയപ്പോഴേക്കും പടയാൾ എനിക്ക് കയ്യാമം വെച്ചു. പ്രഭു, ഇതൊക്കെ സത്യമാണെങ്കിലും ഇയാൾക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. രാജദ്രോഹിയും ദേവദൂഷികനുമായ യേശുവിന്റെ ഒളിവിൽ കഴിയുന്ന അനുയായികളിൽ ഒരാളാണ് ഇവനെന്ന് തെളിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, പുരിജാതിക്കാരനായ ഇവൻ കയറിയ തച്ചന്റെ മകനെ പോലെ നമ്മുടെ ദേവാലയം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക! എന്നാൽ അങ്ങനെയല്ല.
സ്വന്തം നാടായ നമ്മുടെ നാട്ടിൽ പോലും ഈ സംഭവങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആവർത്തിക്കപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു. നിരപരാധികൾ ക്രൂശിക്കപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു. Praise the Lord. അഗ്നിനാഥൻ, സമറിയാക്കാരൻ ടോണി, പടയാളി ജസ്വിൻ, ഒന്നാം ഭടൻ ഏബേൽ, ഹെറോദസ് രാജാവ് ഡാനി, രണ്ടാം ഭടൻ ഡെറിൻ, വിദൂഷകൻ ഐസക്, പുരോഹിതൻ ആനന്ദ്, സത്രസൂക്ഷിപ്പുകാരി ഡോണ, പരിചാരിക സാൻഡ്ര. നന്ദി, നമസ്കാരം.